പാലക്കാട് കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനാഘോഷം നടത്തി. പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ ഡോക്ടർ പാർവതി വാര്യർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ കുട്ടിക്കാലം മുഴുവനും ഗാന്ധിയുടെ ആദർശങ്ങളും അതിനുവേണ്ട ജാതിയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കാലത്താണ് ഞാൻ പ്രൈമറിയിൽ പഠിക്കുന്ന കാലം. അപ്പോൾ അച്ഛൻ ഒരു സ്കൂൾ മാഷായിരുന്നു. പക്ഷേ സ്കൂളിൽ പോകാറില്ല. കാരണം ഈ സമരം, സ്വാതന്ത്ര്യ സമരവും പിന്നെ അതേപോലെ കേരളത്തിൽ പോയി താമസിക്കുക. ഗാന്ധിജി വരുമ്പോൾ ഈ അവരുടെ ഹിന്ദുക്കൾക്ക് അവർ ഓടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ വഴിയിൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാവരെയും ഈ കുട്ടികളെ, ഈ അവർണ ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുട്ടികളെ കുളിച്ചൊരുങ്ങി വെള്ളത്തൊപ്പിടിപ്പിച്ച് അച്ഛൻ പ്രാർത്ഥനാ യോഗം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പിന്നിലും താഴെ നിന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ. ഇപ്പോഴും എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി അകത്ത് കയറാൻ തോന്നില്ല. ഞാനിപ്പോഴും പുറത്താണ് നിൽക്കാറുള്ളൂ. പോകില്ല എന്നൊന്നുമില്ല, പുറത്ത് നിൽക്കും, തിരിച്ചു വരും. എല്ലാവരും അകത്ത് പോയി തൊഴുതു വരുമ്പോൾ. ഇ ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ ടി വി സഹദേവൻ, ആർ വി രവീന്ദ്രൻ, ദാസ് മാട്ടുമന്ത, രവീന്ദ്രൻ മലയങ്കാവ്, ദേവൻ, എസ് വി അയ്യർ, അശോകൻ രാജീവം, ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചിത്രകാരൻ നാരായണൻകുട്ടിയെ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണം നടത്തി. ഗുരുജി ഗുരുവായൂരപ്പൻ രചിച്ച മഹാത്മാവ് എന്ന പുസ്തകം പുതുശ്ശേരി ശ്രീനിവാസൻ ഡോക്ടർ പാർവതി വാര്യർക്ക് നൽകി പ്രകാശനം ചെയ്തു. UTV ന്യൂസ് പാലക്കാട്.